ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രം തുമ്പയിലുള്ള നാടൻ ഫാമിലാണ്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിനകത്താണ് ഈ ഫാം ഉള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഫാമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാമാണിത്. ഇവിടെ ഈ കാണുന്ന പോലെ സൂര്യകാന്തി മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റങ്ങൾ വേറെയും കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്നിറങ്ങുന്ന സ്ഥലത്ത് ആദ്യം കാണുന്നത് ഈ സൂര്യകാന്തിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫാം നിൽക്കുന്നത് ഒരു ബീച്ചിൻ്റെ സൈഡിലാണ്. അപ്പോൾ ബീച്ചിലുള്ള പോലെയുള്ള മണലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. അവിടെ ഇദ്ദേഹം ഇത്രയും കൃഷി ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സൂര്യകാന്തി, മല്ലിക പോലെയുള്ള പൂക്കളൊക്കെ ഫാമിൽ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പ്രാണികളൊക്കെ ആ പൂവിലേക്കാണ് ആകർഷിക്കുക. മഞ്ഞ കളർ പൂക്കൾ ഉണ്ടാകുമ്പോൾ പ്രാണികൾ അങ്ങോട്ടാണ് കൂടുതൽ ആകർഷിക്കുന്നുണ്ടാവുക. ഇപ്പോൾ കാണുന്നത് പപ്പായയാണ്. ഹൈറ്റ് ഇല്ലാത്ത തരം പപ്പായയാണ്. നമുക്ക് കൈ എത്തിച്ച് തന്നെ പറിക്കാൻ പറ്റും. അതും മണലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഓരോ ഇനത്തിനും ഓരോ സെക്ഷനായിട്ട് നല്ല വൃത്തിക്കാണ് കൃഷി ചെയ്യുന്നത്. ഇതുപോലുള്ള മണലിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. ഈ മരങ്ങളൊക്കെ നമ്മുടെ അര വരെ ഉള്ളൂ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ സെക്ഷൻ ഫുള്ള് കോവലാണ്. കോവലിൻ്റെ പന്തലിട്ടതാണ് കാണുന്നത്. ആ പിന്നിൽ കാണുന്നത് ഫുള്ള് കോണാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് മുളകാണ്. 4000 മുളക് തൈകൾ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ചെടികൾ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആദ്യം ഈ ഷീറ്റ് വിരിച്ചിട്ട് അതിലാണ് ഈ തൈകളൊക്കെ നടുന്നത്. ഇതെല്ലാം തണ്ണിമത്തനാണ് കേട്ടോ. തണ്ണിമത്തൻ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ ഈ ഫാമിലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്നിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷിമന്ത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൃഷിയെക്കുറിച്ചും നല്ല ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. ഇനി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയാക്കി വെച്ചിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ബണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഷീറ്റ് വിരിച്ച് വെച്ചേക്കാണ്. ഇതിൽ നമുക്ക് വിത്തിടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട മുളകാണ്. ഇങ്ങനെയാണ് അത് നിൽക്കുന്നത് അടുത്തുനിന്ന് കാണുമ്പോൾ. ഇതുപോലെയാണ് ഷീറ്റിൻ്റെ അകത്ത് കുഴികളുള്ളത്. ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഉണ്ടാവുക. ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് തന്നെ വിത്തിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് എല്ലാവരും ഇങ്ങനെ വരിക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വിത്തൊക്കെ തന്നു. നമ്മളാണ് പിന്നെ അത് നട്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഷീറ്റിൻ്റെ താഴെ കൂടെ ഇതുപോലുള്ള പൈപ്പുകൾ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇത് നനയ്ക്കുന്നത്. നമ്മൾ സാധാ പോലെ നനയ്ക്കുമ്പോൾ മണലല്ലേ, അതങ്ങനെ ഊർന്നങ്ങ് പോവും. ഇതിന് ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളി നന എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വെണ്ടയ്ക്കൻ്റെ വിത്താണ് കേട്ടോ അവിടെ നട്ടിട്ടുണ്ടായിരുന്നത്. വിത്തൊക്കെ നട്ടു. സാറ് കുറേ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ച് സാർ എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വന്നത്. സാർ കോർപ്പറേഷൻ ജോബാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വിട്ടിട്ടാണ് കൃഷിയിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ഫാമായിരുന്നു ഇത്. പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ ആ ഒരു പുതിയ ഏരിയ കാണാനായിട്ടുണ്ടാവുക. ഇനി ഈ തൈകളൊക്കെ മുളച്ച് വന്നാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇദ്ദേഹമാണ് സുജിത് സാറ്, ഈ ഫാമിൻ്റെ ഓണർ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ്. നമ്മൾ കോവൽ പന്തലിൻ്റെ ഇടയിൽ കൂടെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഈ ഫാമിൻ്റെ അകത്ത് കയറുമ്പോൾ അതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് വലിയൊരു സൂര്യകാന്തിയാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ കാണുന്നത് കോണാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ. എനിക്ക് മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഫീൽഡ് ട്രിപ്പ് പോവാണ്. ഫസ്റ്റ് സെമസ്റ്റർ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ബാക്കിൽ എന്താ പറയുന്നത്, ശരമിന് പോയത്. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ എവിടെ പോണേ? തുമ്പയ്ക്ക് പോവാട്ടോ. എല്ലാ വീഡിയോയിലും ഫസ്റ്റ് കഹാനിയ. ഞാനില്ലെങ്കിൽ നോക്കിക്കോ.
രാജുള്ളറിഞ്ഞു